രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയ്ക്ക് പറവൂർ കരിമ്പാടം DD സഭ ഹൈസ്കൂളിൽ തുടക്കമായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. ഐക്യമാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഇന്നലകൾ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെ എന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക A. വിൻസി പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PM സുമേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാള ഇന്ദിരാഭവനിൽ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ പതാക ഉയർത്തി. KK രവി നമ്പൂതിരി, PD ജോസ്, സോയി കോലഞ്ചേരി, KR പ്രേമ, ജോഷി കാഞ്ഞുത്തറ, ഷേർലി ജോയ്, ഹക്കിം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാള വലിയപറമ്പ് സർക്കാർ LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. വാർഡ് മെമ്പർ സിനി ബെന്നി, അധ്യാപകർ, കുട്ടികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. മാള കേബിൾ വിഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ് പതാക ഉയർത്തി. പാർട്ണർ PS സുബിതൻ സന്ദേശം നൽകി. ജീവനക്കാർ സന്നിഹിതരായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജോയി മണ്ഡകത്ത് പതാക ഉയർത്തി. യൂണിറ്റ് സെക്രട്ടറി S. സോമസുന്ദരം അധ്യക്ഷത വഹിച്ചു. KC സുകുമാരൻ, KO ഡേവിസ്, PM സന്തോഷ്, ജോൺസൺ കണ്ണമ്പുഴ, PM സന്തോഷ്, AN മല്ലിക എന്നിവർ സംസാരിച്ചു. KPMS പിണ്ടാണി ശാഖയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPMS തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു പതാക ഉയർത്തി. ശാഖാ പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി UD സജീവൻ, UV വിശ്വനാഥൻ, TU കിരൺ എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് EK മോഹൻദാസ് ദേശീയ പതാക ഉയർത്തി. പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷത വഹിച്ചു. അനീഷ്, ഹാറൂൺ റഷീദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി, NP ഷിൻഡോ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ വടക്കങ്കര മഹല്ല് ജമാഅത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് CK അബ്ദുൽ സലാം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പതാക ഉയർത്തി. മദ്രസ സ്വദർ മുഅല്ലിം റാഫിദ് സഹാബി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് മദ്രസ കമ്മിറ്റി പ്രതിനിധികൾ, മദ്രസ ഉസ്താദുമാർ, മഹല്ല് നിവാസികൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മാള മൽഹ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. MTDS ചെയർമാൻ MP മുഹമ്മദ് റാഫി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സാജു വടമ, CK ഷൈജൻ, ഫൈസൽ എടത്താത്തറ, KM അഷ്റഫ്, ജിനേഷ് തോമസ്, നൌഷാദ് ചൊവ്വര, MTDS പ്രവർത്തകർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. പ്രഭാത സവാരിയും ആരോഗ്യ സംരക്ഷണത്തിനുമായുള്ള കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ സാംസ്കാര കൂട്ടായ്മയായ ദളവ ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ ക്ലബ്ബ് പരിസരത്ത് പ്രസിഡന്റ് ഷൈൻ കോട്ടേക്കാട് പതാക ഉയർത്തി. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. റഹീബ് പള്ളത്ത്, രണേഷ്, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ മുൻ അംഗം CJ സെയ്ദു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷനായി. ജില്ലാ കൗൺസിൽ അംഗം PK റാസിഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. 15 വർഷത്തിലേറെയായി കയ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന ആൽഫ കുടുംബാംഗം ഷീജ സിസ്റ്ററിനെ ചടങ്ങിൽ ആദരിച്ചു. ആളൂർ പെരുന്നക്കുന്ന് ഹൈന്ദവ ജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് KK സുരേഷ് ബാബു പതാക ഉയർത്തി. സെക്രട്ടറി മനീഷ മോഹൻ പൈക്കാട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആണിക്കുളങ്ങര ക്ഷേത്രം സെക്രട്ടറി സുനിലൻ പീണിക്കൽ, സമിതി വൈസ് പ്രസിഡന്റ് MK ശശി,
സുജീഷ് പ്ലാവിട, ഷാജു പാറക്കുളം എന്നിവർ സംസാരിച്ചു. ആളൂർ പെരുന്നക്കുന്ന് പവിഴം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘം പ്രസിഡന്റ് KN പരമേശ്വരൻ, സെക്രട്ടറി PA അരവിന്ദാക്ഷൻ, വിശ്വംഭരൻ പെരളി, TN ശശി, PR ബിജു, ഡീനോ കൈനാടത്ത് എന്നിവർ നേതൃത്വം നൽകി. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാനേജർ TK സതീഷ് ദേശീയ പതാക ഉയർത്തി. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം സംസ്ഥാന ജോയിന്റ് ഓർഗനൈസർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആധുനിക ഭാരതത്തിലെ യോഗിവര്യനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അരവിന്ദ മഹർഷിയുടെ ജയന്തി ആഘോഷവും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ചടങ്ങും ഇതോടൊപ്പം നടന്നു. വിദ്യാലയത്തിലെ ഡയറക്ടർ ഇൻചാർജ് ജയശ്രീ ആർ മേനോൻ, വിദ്യാലയ സമിതി സെക്രട്ടറി രാംദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. BJP മാള മണ്ഡലം തിരങ്ക യാത്ര വലിയപറമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. മാള ടൗൺ ചുറ്റി സിനഗോഗ് മുൻവശത്ത് സമാപിച്ചു. സമാപന യോഗത്തിൽ BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. BJP സൗത്ത് ജില്ലാ സെക്രട്ടറി വിപിൻ പാറമേക്കാട്ടിൽ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വടക്കേനട കൊടുങ്ങല്ലൂരിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ലയൺസ് ക്ലബ്ബ് ജില്ലാ ചെയർപേഴ്സൺ സുപ്രീം പ്രേമൻ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം അനുഭവിച്ചവർക്കായി സ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് 16 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പറവൂർ തത്തപ്പള്ളി മാനടിയിൽ കുമാരൻ ആൻഡ് ജാനകി കുമാരൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരദാനവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. തത്തപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പുരസ്കാരദാന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവൻ അധ്യക്ഷനായി. മുൻ മന്ത്രി S ശർമ്മ പുരസ്കാര വിതരണം നടത്തി. ബാംബു കോർപ്പറേഷൻ ചെയർമാൻ TK മോഹനൻ, പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജു, മുനമ്പം DYSP S ജയകൃഷ്ണൻ, VE അബ്ദുൽ ഖാദർ, AM ഇസ്മായിൽ, സോമൻ ആലപ്പാട്ട്, N ആദർശ്, വിനോദ് കെടാമംഗലം, OU ബഷീർ, ബിനു അടിമാലി, ഫൗണ്ടേഷൻ കോർഡിനേറ്റർ KK അബ്ദുള്ള, സെക്രട്ടറി സുമന സജീവ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MA പ്രദീപ് എന്നിവർ സംസാരിച്ചു. നിസ്വാർത്ഥ പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന PN സന്തോഷ്, ട്രാഫിക് നിയന്ത്രണത്തിൽ മികവ് പുലർത്തിയ ഹോംഗാർഡ് MJ തോമസ് എന്നിവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഇതുപോലെ ശ്രീ സജീവൻ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ്. നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മളെല്ലാവരും കരുതുന്ന ഒരാളാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ കരുതുന്ന ഒരാളാണ്. ഒരു 4 പതിറ്റാണ്ട് കാലം അദ്ദേഹം നടത്തിയ കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് സാധാരണ നിലയിൽ നിന്ന് ഒരാളെ ഇത്രയും വലിയ ഉയരത്തിലെത്തിച്ചു. തത്തപ്പള്ളി എന്നുള്ള പേരുമായി തന്നെ ഈ ഗ്രാമവുമായി തന്നെ ചേർന്ന് കിടക്കുന്നതാണ് സജീവൻ്റെ ജീവിതം. സമയം കിട്ടുമ്പോഴെല്ലാം നാട്ടിൽ ഓടിയെത്തുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കൂട്ടത്തിലല്ല, മാറി നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് ആർക്കും ഇതുവരെ തോന്നിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് എല്ലാ മാനസികമായ പിന്തുണയും എല്ലാം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കൂടിയാണ്. മക്കളുണ്ട്. പ്രാർത്ഥന മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് എനിക്ക് തീർച്ചയുണ്ട്. കാരണം എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പണമുള്ള ധാരാളം ആളുകൾ നമ്മൾ കാണാറുണ്ട്. സജീവൻ്റെ 10 ഇരട്ടി പണമുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. പലരും അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ്. പക്ഷെ ഉള്ളവരെക്കാൾ കൂടുതൽ ഇതാണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദിക്കുന്നു. PN സന്തോഷ് അടക്കമുള്ളവരെ ഇന്നിവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. തത്തപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ സന്തോഷ്. കൊട്ടുവള്ളി പഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചത്. MSc ബയോടെക്നോളജി പരീക്ഷയിൽ 10ാം റാങ്ക് നേടിയ അമല പ്രസാദ്, പൊതുരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന CPI നേതാവ് PN സന്തോഷ്, ഗതാഗത നിയന്ത്രണത്തിൽ തനത് ശൈലിയിലൂടെ ശ്രദ്ധേയനായ ഹോംഗാർഡ് MJ തോമസ്, 5, 6, 7, 8 വാർഡുകളിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മീഡിയ ടൈം പറവൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ.
തൃശൂർ ജില്ലാ റൂറൽ പോലീസിലെ 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ER ബൈജു, കൊരട്ടി പോലീസ് സ്റ്റേഷൻ SIമാരായ CP ഷിബു, NS റെജിമോൻ, KA ജോയ്, കൊരട്ടി പോലീസ് സ്റ്റേഷൻ ASI PN ഷീബ, ചാലക്കുടി DYSP ഓഫീസ് SI KV തമ്പി, ചാലക്കുടി DYSP ഓഫീസ് ASI VJ ജിജോ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ ട്രെയിനിങ്ങും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. വിജയാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അത്രയും തന്നെ പഴക്കമുള്ള ഒരു ബാങ്ക് 79ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ദിവസത്തിലാണ് ഈ പരിപാടി വച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യമേ നേരുകയാണ്. ഇവിടെ നിങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും നല്ല മാർക്ക് വാങ്ങി പാസ്സായ ഈ നാട്ടിലെ ക്രീമായിട്ടുള്ള കുട്ടികളാണ്. കഠിനാധ്വാനം ചെയ്ത് നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായിട്ടുള്ള ഏറ്റുവാങ്ങുന്നു. പക്ഷെ എന്തിനാണ് ബാങ്ക് നിങ്ങൾക്ക് അവാർഡ് നൽകുന്നത്? നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നവും പ്രതീക്ഷയും അല്ലേ? അവരുടെ ജീവിതം നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോഴൊക്കെ 30-35 വയസ്സാകുമ്പോൾ എല്ലാവരും പറയുന്നത് ഇനിയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുൻ MLA TU രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ്, NS വിജയൻ, PD ജോസ്, PK തിലകൻ, പോളി ആന്റണി, UA ജോർജ്, CK ഷിജു, ED സാബു എന്നിവർ സംസാരിച്ചു. പ്രശസ്ത JCI ഇന്റർനാഷണൽ ട്രെയിനർ V വേണുഗോപാൽ പരിശീലന ക്ലാസ് നയിച്ചു. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയ്ക്ക് പറവൂർ കരിമ്പാടം DD സഭ ഹൈസ്കൂളിൽ തുടക്കമായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സജീവൻ മാനടി മുഖ്യാതിഥിയായിരുന്നു. സഹീർ അലി, VS സന്തോഷ്, MB ശുഭ എന്നിവർ സംസാരിച്ചു. ഷാജു കുളത്തുവയൽ, ആലപ്പി രമണൻ, ഓമന മോഹനൻ, കല്ലട ശശി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളെടുത്തു. ശില്പശാല 17-ന് സമാപിക്കും. കയ്പമംഗലം കൈരളി വായനശാലയും കലാസാംസ്കാരിക വേദിയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KK ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവിപ്രസാദ് എൻഡോമെന്റ് വിതരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ പ്രജീന റാഫിക്, ജയന്തി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ER ജോഷി, വായനശാല സെക്രട്ടറി KB അനിൽ, ക്ഷേമോദയം സ്കൂൾ പ്രധാനാധ്യാപിക ഷൈന തുടങ്ങിയവർ സംസാരിച്ചു. SM ജീവനെ ചടങ്ങിൽ ആദരിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജവാൻ RK അരുണിനെ കൊടുങ്ങല്ലൂരിൽ ആദരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ഓഫീസിന് മുമ്പിൽ നിന്നും തിരംഗയാത്രയോടുകൂടി പരിപാടി ആരംഭിച്ചു. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് വിദ്യാസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ അവസാനിച്ച തരംഗയാത്രയിൽ വെച്ചാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ അരുൺ RKയെ ആദരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TJ ജെമി, മനോജ് IS, ഏരിയ പ്രസിഡന്റുമാരായ അജിത് ബാബു, സുരേഷ്, മണ്ഡലം ഭാരവാഹികളായ KS ശിവറാം, പ്രജീഷ് ചള്ളിയിൽ, രശ്മി അനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയ്ക്ക് പറവൂർ കരിമ്പാടം DD സഭ ഹൈസ്കൂളിൽ തുടക്കമായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.